എന്നാ ഉറപ്പത്തെ തേങ്ങയ്ക്കൊക്കെ കാണാൻ ഇച്ചിരിയേ ഉള്ളൂ. എടാ പൊട്ട, താൻ ഈ പൊട്ടത്തേങ്ങ പൊറിച്ചോണ്ടിരിക്കുകയാണോ ഇവിടെ? എടോ, തനിക്ക് ഇതല്ല പിന്നെ വേറെ തന്നെ പണിയുള്ളത്? ഇത് പിടിക്കുക. ഭയങ്കര വെയിലും. ഇത് പിടിച്ച്. ഇവിടെ തനിക്ക് വല്ല ബ്രോക്കർ പണിയുടെ പരിപാടി ഉണ്ടോ? ഞാൻ സ്ഥലക്കച്ചവടം നടത്തില്ല. പണ്ട് ബോംബെയിലുണ്ടായിരുന്നു. കല്യാണ ബ്രോക്കറിന്റെ പരിപാടി ഉണ്ടോ? കല്യാണം ഇല്ല. ഇല്ല. അപ്പൊ താൻ മറ്റേ ശോഭനയ്ക്ക് പിന്നെ ചെറുക്കനെ അന്വേഷിക്കാൻ പോകുന്ന എന്റെ ഇടയ്ക്ക് ശോഭൻ അവരവിടെ സുഖമായിട്ടല്ലേ ജീവിക്കുന്നത്? ആര് സുഖമായിട്ട് ജീവിക്കുന്നു? സുബുവും ശോഭനയും. അവൾ മാനസിക പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആ കാരാഗ്രഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മൊട്ടത്തല ഞാൻ അടിച്ച് പൊട്ടിക്കും വൃത്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ. അവരവിടെ ഒരു കുഴപ്പമില്ല താമസിക്കുന്നത്. താൻ തിരികെ കയറ്റി അവരുടെ ദാമ്പത്യം കുളമായിക്കൊണ്ടിരിക്കുന്നതല്ലേ? ദാമ്പത്യം ഇവിടെ താൻ അതിന്റെ ഇടയ്ക്ക് കയറി എഴുത്ത് കുത്തെന്ന് പറഞ്ഞിട്ട് താനിങ്ങനെ ഓസിപ്പുട്ട് അടിച്ചുകൊണ്ട് കിടക്കല്ലേ? ആ കൊച്ച് ഭാവിയിൽ വലിയൊരു ബംഗാളി നടിയാവേണ്ടതാ. അത് അവള് പറഞ്ഞോ തന്നോട് ബംഗാളി നടിയാവണമെന്ന്? ശോഭന പറഞ്ഞോ? അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. എടാ, ഞാൻ എഴുതുന്നതിന്റെ ഗുണങ്ങളൊക്കെ പിന്നീടുണ്ടാവും. അത് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല്ലേ? ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി നടക്കേണ്ടി വരില്ല. തനിക്ക് കല്യാണം ആരെങ്കിലും കഴിപ്പിക്കണം എന്ന് അത്രയ്ക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ പുറ അറിഞ്ഞിരിക്കുന്ന ഒരുപാട് ആമ്പിള്ളേർ ഇവിടെയൊക്കെ ഉണ്ട്. എവിടെ? ഇവിടെ തന്നെ ഉണ്ട്. ആരെയും കൂട്ടിക്കൊണ്ടുണ്ട്? ആരെയും കൂട്ടിക്കൊണ്ടുവന്നല്ല. താന്തേ ഇങ്ങോട്ട് നോക്കി. ഞാൻ അവിടെ പൊരാറിഞ്ഞാണ് നിൽക്കുന്നത്. ആണോ? ഇത്രയ്ക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങള് കേരളത്തിലുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നില്ല. തന്നോട് എനിക്ക് സംസാരിക്കാൻ അധികം താല്പര്യമില്ല. താൻ ഇനി ശോഭനയുടെ സുബുവിൻ്റെയും കാര്യത്തിൽ ഇടപെടാൻ നിൽക്കരുത്. ഇത് എന്തിനാണ് താൻ ഈ കൊണസ്റ്റോപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇനി മേലെ ഇങ്ങനത്തെ പരിപാടിയായിട്ട് വന്നേക്കരുത്. താൻ പാചകം ചെയ്യാൻ വന്നാൽ പാചകം ചെയ്തോളാം. പിന്നെ അത് വേണ്ട കുട്ടിത്തെ വാങ്ങി ഇവനൊക്കെ ഒറ്റൊരാള് കാരനാണ് എൻ്റെ സോമനമാളെ ബംഗാളി ജീവിതം ഇല്ലാണ്ടാവുന്നത്. വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? സന്തോഷം. എനിക്ക് തൊണ്ടവേനയും പനിയൊക്കെ ആയിട്ട് നീ എന്നെ നോക്കി പോലും ഇല്ലല്ലോ. അത് ചുമ്മാ പറഞ്ഞാന്ന് എനിക്കറിയാം, അതുകൊണ്ടാ. ചുമ്മാ പറഞ്ഞാ? എന്റെ സൗണ്ട് കേൾക്കായിരിക്കും. ചുമ്മാ പറഞ്ഞിട്ടാ? എനിക്ക് ഞാൻ പറയുന്ന എല്ലാം കളിയല്ലയോ? ഞാൻ ഒരു ചുക്കാപ്പി ഇട്ട് തരാം. ചുക്കാപ്പി ഇടാൻ വേറെ ആള് വരുന്നുണ്ട്. നല്ല ചുമന്ന് തൊടുത്ത്, നല്ല കണ്ണും നല്ല കവളും നല്ല വട്ടത്തിലുള്ള ചബ്ബു ചീക്സും മുക്കൂത്തിയൊക്കെ ഇട്ട് ഒരാൾ വരുന്നുണ്ട്. പുതിയ വേലക്കാരി വെച്ചാ? വേലക്കാരിയല്ല, എന്റെ ആജീവനാന്ത വേലക്കാരി. എന്ന് പറഞ്ഞ എന്റെ ഭാര്യ. ഞാനാ? നീയല്ല, എന്റെ പുതിയ ഭാര്യ. എന്നെ നോക്കുന്നവർക്ക് മാത്രമുള്ളൂ ഈ വീട്ടിൽ സ്ഥാനം. പുതിയ ഭാര്യയോ? അതെ. എനിക്ക് വയ്യാതായിട്ട് നോക്കിയോ? എന്റെ ദിവസം കൊണ്ട് കാണിച്ച പെണ്ണിന്റെ കവള് കാണണം. അപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവാ? യെസ്. അപ്പൊ എന്നെ ഇഷ്ടല്ല അല്ലേ? നോ. ഞാൻ പറ്റിക്കപ്പെട്ടു. ഓഫ് കോഴ്സ്. ഞാൻ വഞ്ചിക്കപ്പെട്ടു. ഷുവർ ഷുവർ. ചുമ്മാ പറയണല്ലേ? നോ. അപ്പൊ ദേവസി പറഞ്ഞത്? ദേവസി പറഞ്ഞു. ദേവസി തുടങ്ങി വെച്ച മാട്രിമോണിന്ന് ഒരു കുട്ടി എനിക്ക് കിട്ടി. തങ്കംകുടം പോലുള്ള. എന്നെ വേണ്ടെന്ന് വെച്ച് വേറെ പെണ്ണിന്റെ പുറക്കെ പോണ ദുഷ്ട. എനിക്കിന്റെ ഇഷ്ടല്ല. ഞാനും വേറെ കല്യാണം കഴിക്കും. ഞാൻ എന്റെ പുതിയ ഭാര്യ അടുത്ത ആഴ്ച ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. പെട്ടി പ്രമാണം എല്ലാം പാക്ക് ചെയ്ത് വെച്ചോണം. ഇവിടെ പട്ടിക്കാൻ പോവില്ല. പിന്നെ ഞാൻ കയറിട്ട് കെട്ടിട്ട് അതിൽ ഇറക്കും ഞാൻ വെളിയില്. ഞാൻ പോവില്ല. കാണാം നമുക്ക്. കുടുംബ കോടതി. കോടതിയോ? Yes. I'm going to find the case. Brute. നല്ല കാതലുള്ള തടി തേക്കായിരിക്കണം. ഈ 4 എണ്ണം കിട്ടുമായിരുന്നെങ്കിൽ കൊണ്ട് വിറ്റാ കാശ്, നല്ലൊരു കാശ് കിട്ടും. എറിയാൻ പറ്റുന്നതിൻ്റെ അടുത്ത് കോല് കൊടുക്കുവോ? ഇങ്ങനെ പോയി രണ്ടു പിടിക്കും മുടിക്കും പ്രാന്ത് പിടിച്ചിരിക്ക. സത്യം പറ, ഞാൻ എന്താ ഒപ്പിച്ചേ? സത്യം പറഞ്ഞോ? അല്ല, ഞാൻ പറഞ്ഞങ്ങനെ മോളെ ഭാവി ബംഗാളി
അല്ല ബംഗാളി സിനിമയിലെ നായികയായിട്ടൊക്കെ വരുമ്പോ ഭാവി ജീവിതം അങ്ങ് മേലേക്ക് പോകുമല്ലോ. അപ്പൊ അവൻ വെറുതെ ഇങ്ങനെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു നീ തമിഴ് സിനിമയിൽ നീ പൊയ്ക്കോ. അപ്പൊ അവനൊരു ഇൻട്രസ്റ്റ് ഉണ്ട് തമിഴിലേക്ക്. അപ്പൊ അതില് മറ്റേ എപ്പോഴും അങ്ങനെ പറഞ്ഞാണ് നയൻതാരന്റെ കാര്യമൊക്കെ പറഞ്ഞാണ്. തന്റെ കണ്ണുണ്ടല്ലോ, ഒരെണ്ണല്ലേ കഴിഞ്ഞ ആഴ്ച പോയത്, തന്റെ 2 കണിയും കുത്തിപ്പൊട്ടിക്കും. സത്യം പറഞ്ഞോ, താൻ എന്താ പറഞ്ഞ? കല്യാണം ആലോചിച്ചില്ലേ? ആലോചിച്ചല്ല, ഞാൻ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതാ. എന്താണ് അപ്പോ പറഞ്ഞത്? അല്ല, നിനക്ക് വേറെ ഭാവി ജീവിതം ശോഭനമോളെക്കാളും ഭംഗിയുള്ള ആളെ കിട്ടുവെച്ചാൽ നീ പോയിക്കോ അല്ലേ? ഓയ്യോ, പ്രായത്തില് മൂത്തത് തന്നെ തല്ലാൻ പറ്റില്ല. കുട്ടുമ്പോ കലക്കി അങ്ങനെയാണോ ഇവിടെ ചെയ്യണ്ടേ? ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയെങ്കിലും എന്തെങ്കിലും അടി ഉണ്ടാക്കുമ്പോ കൂട്ടിച്ചേർക്കണതിന് പകരം ഇത് ദൈവമേ എന്നോട് പറഞ്ഞ കൂടിപ്പോ. ഇങ്ങനെ ഉണ്ടാവോ കുടുംബ കലക്കികള്? ദൈവമേ ഒന്നും അങ്ങോട്ട് ഫലിക്കുന്നില്ല. എന്ത് വില കൊടുത്തും ഞാനിത് രണ്ടും 2 വഴിക്കാക്കും. ഇതാണ് എൻ്റെ പരിപാടി. എന്താണ് എൻ്റെ പരിപാടി? കുളം തോണ്ടൽ. ആ ആ, ശരിക്കും തൻ്റെ ഉദ്ദേശം എന്താ? എനിക്കങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ട്. എൻ്റെ ശോഭനമോളെ ഞാൻ വളർത്തി ഒരു ബംഗാളി നടിയാം. എന്നിട്ട് ഞാൻ അതിൻ്റെ മാനേജറായിട്ട് വിലസും. നീയൊക്കെ ഇവിടെ ഇങ്ങനെ തേരാപ്പാര ഇങ്ങനെ തെണ്ടി നടക്കും ഇങ്ങനെ റോട്ടിൽ. എടാ, ഈ മാനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചക്കറി അരിഞ്ഞ് കറി ഉണ്ടാക്കണ പരിപാടിയല്ല. തനിക്ക് എന്തെങ്കിലും എഴുതാൻ അറിഞ്ഞിട്ടാണോ താൻ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ കഥകൾ അടിച്ചു മാറ്റി കൊണ്ടുവരുന്നത്? തനിക്ക് വായിക്കാൻ അറിയാൻ പാടില്ലാത്ത എൻ്റെ കുഴപ്പമാണ്. അതൊക്കെ ഞാൻ ആയിക്കോളും. പക്ഷേ സുബുനെയും ശോഭനയും തിരിപ്പിക്കാം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടല്ലോ, അത് നടക്കാൻ പോണില്ല. ഞാൻ നടത്തി കാണിക്കും. താൻ എന്തെങ്കിലും കാണിക്കും. തനിക്ക് പാചകത്തിൽ ഒന്നും ചെയ്യണമെന്നില്ലേ? അടുക്കളയിൽ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? ആ, എനിക്കൊരു കല്യാണം ആലോചിച്ചപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവന് കല്യാണം ആലോചിച്ചപ്പോഴേ അവൻ എന്നെ കെട്ടാൻ പോവാ. ഹാപ്പി ആയിട്ട് കൊടുക്കും. ഞാൻ ആരെ സാധനങ്ങളൊക്കെ എന്റെ ആധാർ കാർഡൊക്കെ എന്തിയാവും? എവിടെ പോവാ? ഞാൻ എന്റെ വീട്ടിൽ പോവാ. എന്തിന്? എന്തിനാന്നോ? എന്നെ വേണ്ടാത്തടുത്ത് ഞാൻ തരാൻ നിൽക്കണം. ഞാൻ പോവാ. ചുമ്മാ ചേട്ടാ, വലിയ പ്രായക്കാരുന്നു. അല്ല, എനിക്കറിയാം. അല്ല, സത്യമായിട്ട് ചുമ്മാ പറഞ്ഞ നിന്നെ കളഞ്ഞിട്ട് പോകും. അങ്ങനെ അതെ, എനിക്കൊരു ആലോചന വന്നായിരുന്നു. എന്തിന്റെ ആലോചന? ഒരു ഡയറക്ടറുടെ ഒരു ആലോചന. നമ്മള് പെട്ടെന്ന് ചുമ്മാ പറഞ്ഞില്ലയോ? നിനക്ക് എത്ര ഡയറക്ടർമാരുടെ ആലോചന വന്നാലും ഞാൻ വന്നില്ല നിനക്ക് വേണ്ടി. അയ്യോ, എന്നിട്ട് ഇങ്ങനെയല്ലോ എന്നോട് ആദ്യം പറഞ്ഞത്. അതൊക്കെ ഒരു രസത്തിന് പറയുന്നത്. നിന്റെ ഒരു കറക്റ്റ് ആ ഒരു ക്യാരക്ടർ തരുമ്പോൾ നീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയാൻ വേണ്ടി. നിന്നെ കളഞ്ഞ ചെയ്യാൻ പോവോ? എനിക്കിപ്പോ വലിയ വിശ്വാസമൊന്നുമില്ല. ആകെ എന്റെ സൈസിന് ഒരു 4.5 അടിയിൽ നിന്നെ എനിക്ക് കിട്ടിയത്. നിന്നെ കളഞ്ഞ ചെയ്യാൻ പോവോ? പോത്തില്ല. അതെ, എന്നോടൊരു ആലോചനയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ എന്റെ അമ്മയോടും ദേവസ്വയോടും എന്താ പറഞ്ഞെന്നറിയോ? എനിക്ക് ഇയാള് മതിയെന്ന്. എന്നിട്ട് ഇയാളോ എന്നിട്ട് ഇനി ഇത്രയൊക്കെ വരപ്പിക്കായിരുന്നില്ല ഇത്ര നേരം. ഞാനൊന്ന് സങ്കടപ്പെട്ട് ഞാൻ കരണ്ട് കണ്ടപ്പോഴെങ്കിലും ഇയാൾക്കൊന്ന് മാറ്റി പറയായിരുന്നോ? എനിക്ക് തൊണ്ട വയ്യാതെ ഇവിടെ കിടന്നു സൗണ്ട് പോലും ഇല്ല. നീ എനിക്കൊരു കാപ്പി കൊണ്ട് തന്നോ? അത് കാപ്പി ഉണ്ടാക്കാൻ അറിയില്ലാത്തോണ്ട്. അതിനല്ലേ ഇവിടെ ദേവസ്യ ഇവിടെ നിർത്തിയേക്കുന്നത്. അയാൾ അങ്ങനെ നിനക്ക് ഡീച്ചായിരുന്നല്ലോ. ദേവസ്യാണ് കല്യാണാലോചന കൊണ്ട് വന്നത്. ഇങ്ങനെ നടന്നൊന്നും അറിയണ്ട. ദേവസ്യ? കെട്ടെന്നും പറഞ്ഞ് പുറകിടക്കായിരുന്നു. ദേവസ്യോ? എന്തേ? അയാൾ എന്റെ അടുത്ത് വന്നു. ദേവസി കല്യാണാലോചന കൊണ്ട് വന്നാ? ഊട്ടുമ്പം കലക്കി. അപ്പൊ ഞാൻ നിന്നെ കളിച്ചു നിനക്ക് തോന്നുന്നു. ചേച്ചി, എന്താ ഞാൻ പറഞ്ഞ കാര്യം? ഡിവോഴ്സ് ആകും. ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനിവിടെ എല്ലാം 2 സൈഡിലും തീ കൊളുത്തിയിട്ടുണ്ട്. ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതി. ഭയങ്കരമായിട്ട് എല്ലാം ശരിയായ തനിക്കുള്ള 5000 രൂപ അക്കൗണ്ടിൽ. ചേച്ചി, 5000 എന്നുള്ള ഒരു 10,000 കൂട്ടി തരണം. അതൊക്കെ ആലോചിക്കാം. എന്റെ പാരമ്പര്യമായിട്ട് ഇതിന്റെ ശാപം ഉണ്ടാവും. 2 കുടുംബങ്ങൾ തമ്മിൽ 2 പാത്രാക്കുന്ന കാര്യം ചേച്ചി. ഇനി ആ സുപ്രു അവനും ഒരു ഭാഗത്ത് പോകും, സോവന മോളും അത്. മോള് എന്നിട്ട് എന്താ പറയാ, ബംഗാളി പടത്തില് വലിയൊരു നടി. ചേച്ചി എന്നെ തന്നെ പിയാക്കണേ. ആ ചേച്ചി, ഞാൻ ഇപ്പൊ നിക്കുന്ന മാറി തന്നെ നിന്നോളാം. ജീവിതകാലം മുഴുവൻ ഈ ശാപം എന്റെ തലയില. മതിയോ? ഞാൻ തന്നാ മതിയോ? ഞാൻ കൊടുക്കാം കേട്ടോ. ബൈ മമ്മി. അന്നെ പെട്ട തെണ്ടി നീ ഞാനും അവളോട് ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി അവിടെ അമ്മയുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ പിടിച്ചിട്ട് അവിടെ വന്നിരിക്കോ ഇല്ലയോ? മോന്റെ നല്ല ജീവിതത്തിന് വേണ്ടിട്ട് നല്ല ജീവൻ ഞാൻ അങ്ങ് നീ കേട്ടോ. എനിക്കൊക്കെ ടെസ്റ്റ് കളിക്കാൻ വേണ്ടി ഞാനാരാ? സച്ചിനോ?
അല്ല നമുക്ക് എല്ലാവർക്കും ഒരു മോന് തമിഴ്നാട്ടിൽ പോയിട്ട് പിന്നെ എന്തിനാ നീ അല്ല ഒരൊറ്റ ഒന്നും തന്നു കഴിഞ്ഞോണ്ടല്ലോ ഇപ്പൊ പെട്ടി പ്രമാണം എടുത്തോണ്ട് ഇറങ്ങിക്കോണം. തള്ളയും കൊള്ളാം മോനും കൊള്ളാം മരുമോനിട്ട് പണിയായിരിക്കും ഒരു അമ്മായി അമ്മ.